സംസ്ഥാനത്താകെ 4000-ത്തിലധികം കാഴ്ചവൈകല്യമുള്ള വിദ്യാർത്ഥികളാണുള്ളത്. പക്ഷേ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങളാണ് ഇനിയും ലഭിക്കാത്തത്. കേരളത്തിലാകെ 44 സർക്കാർ അർദ്ധ സർക്കാർ സ്കൂളുകളും 273 പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കുള്ള സ്കൂളുകളുമാണുള്ളത്. എന്നാൽ ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന് പകരം സർക്കാരിന്റെ പൊതുവകുപ്പാണ് നിർവഹിക്കുന്നത്. ഈ മേഖലയിലെ പ്രശ്നങ്ങളുടെ പ്രധാന കാരണവും ഇതുതന്നെ. ഈ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പ്രശ്നങ്ങൾ അറിയാവുന്ന പ്രത്യേക ഓഫീസറെ നിയമിക്കണമെന്ന ആവശ്യം ഇതുവരെ പരിഗണിച്ചിട്ടില്ല. SSLC വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണം പോലും പൂർത്തിയായിട്ടില്ല. പ്രത്യേക പരിഗണന അവർക്ക് നൽകി 1 മുതൽ SSLC വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ബ്രെയിൽ ടെക്സ്റ്റ് ബുക്കുകൾ ലഭ്യമാക്കിയാൽ അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കഴിയും. SSLCക്ക് പുറമെയുള്ള വിദ്യാർത്ഥികൾക്ക് ബ്രെയിൽ ലിപിയിലുള്ള പുസ്തകമാണ് വേണ്ടത്. എന്നാൽ ഇത് അത്യാവശ്യത്തിന് പോലും ലഭിക്കാറില്ല. കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് എന്ന സംഘടനയുടെ പ്രസിൽ നിന്നുമാണ് ഇപ്പോൾ ബ്രെയിൽ ലിപിയിലുള്ള പുസ്തകങ്ങൾ അടിക്കുന്നത്. ഇതിന് നിലവാരം കുറവാണ്. എന്നാൽ സർക്കാരിന്റെ കയ്യിൽ പുസ്തകങ്ങൾ ബ്രെയിൽ ലിപിയിൽ അടിക്കാനുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള 75 ലക്ഷം രൂപയുടെ പ്രസിലുണ്ട്. എന്നാൽ ഫെഡറേഷൻ ഇത് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വകുപ്പ് നൽകിയില്ല. ഇതിനാൽ ഓരോ വർഷവും കുറഞ്ഞ പുസ്തകങ്ങൾ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ അധ്യാപകർക്കും പഠനസഹായം ലഭിക്കുന്നുണ്ടെങ്കിലും കാഴ്ചശക്തി കുറഞ്ഞവർക്കുള്ള പഠനസഹായം ഇത്രയും കാലമായിട്ട് ലഭിക്കുന്നു പോലുമില്ല. പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഈ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കാഴ്ചയില്ലാത്ത സർക്കാരുകളും വകുപ്പുകളും അവഗണിക്കുകയാണ്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1 തൃശൂർ.